യൗവന ദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുലിഞ്ഞിടും ശരീരം ജീവഭാരത്താൽ. അപ്പോഴും വിടില്ലവൻ നടത്തും അന്ത്യത്തോളവും. വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 15 വാക്യം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. മനുഷ്യജീവിതത്തിൽ സമ്പത്തും സ്ഥാനവും ശക്തിയും ഉണ്ടാകാം. എന്നാൽ മരണത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ ബലഹീനനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിശ്വാസത്തോടെ പറയുന്നത്, എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം വീണ്ടെടുക്കും. മനുഷ്യൻ്റെ പരിമിതിയും മരണത്തിൻ്റെ യാഥാർത്ഥ്യവും ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കാം. ലോകത്തിൽ മനുഷ്യൻ അവരുടെ സമ്പത്തിലും സ്ഥാനത്തിലും അഭിമാനം കാണിക്കും. എന്നാൽ മരണം വരുമ്പോൾ ആരും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. സമ്പത്ത് മരണത്തെ തടയില്ല. സ്ഥാനവും ശക്തിയും ആത്മാവിനെ രക്ഷിക്കുകയില്ല. മനുഷ്യന് തൻ്റെ ആത്മാവിനെ മോചനം നൽകുവാൻ കഴിയുകയുമില്ല. മരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ സത്യമാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുക്കുക എന്നത് ഒരു വലിയ ആത്മീയ സത്യമാണ്. ഒരടിമയെ മോചിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മെ രക്ഷിക്കുന്നു. മനുഷ്യൻ പാപത്തിൽ മരണത്തിൻ്റെ അധികാരത്തിലുമായിരുന്നു. എന്നാൽ ദൈവം തൻ്റെ കരുണ കൊണ്ട് നമ്മെ മോചിപ്പിക്കുന്നു. വചനം ഓർമ്മിപ്പിക്കുന്നത് പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. ഇത് വലിയ പ്രത്യാശയുടെ സന്ദേശമാണ്. മരണം മനുഷ്യൻ്റെ അവസാനമല്ല. ദൈവത്തിൻ്റെ കൈകളിൽ ജീവിതം തുടരുകയാണ്. ഈ ലോകം മരണം എല്ലാത്തിൻ്റെയും അവസാനമെന്ന് പറയുമ്പോൾ വചനം പറയുന്നത് മരണം അവസാനമല്ല, ദൈവത്തിൻ്റെ ജീവൻ അതിനേക്കാൾ ശക്തമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതം ശവകുടീരത്തിൽ അവസാനിക്കുന്നില്ല. ഈ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവൻ എന്നെ കൈക്കൊള്ളും എന്ന് പറഞ്ഞാണ്. ഇതൊരു ബന്ധത്തിൻ്റെ ഭാഷയാണ്. ദൈവം നമ്മെ വെറുമൊരു രക്ഷ നൽകുകയല്ല, അവൻ നമ്മെ അവൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കുന്നു. ആളുകൾ മാറിപ്പോകാം, സുഹൃത്തുക്കൾ വിട്ടുപോകാം. എന്നാൽ ദൈവം തൻ്റെ മക്കളെ കൈക്കൊള്ളുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൽ പ്രത്യാശ വെച്ച് ജീവിതം നശിപ്പിക്കാതെ ദൈവത്തിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.